ഛത്തീസ്ഗഡിൽ പ്രകോപനം സൃഷ്ടിച്ച UDF എംപിമാർ കന്യാസ്ത്രീകളെ കാണാൻ എണ്ണത്തിൽ കൂടുതൽ ആളുകളുമായി എത്തി. അനുമതിയില്ലാത്തവരെ അകത്ത് പ്രവേശിപ്പിക്കരുതെന്ന് ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു. സന്ദർശനം കഴിഞ്ഞ എംപിമാർ മടങ്ങി. അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനെപ്പറ്റി ദുർഗിൽ നിന്നായി ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്താണ് മറ്റ് വിവരങ്ങളൊക്കെ? ഉച്ചയ്ക്ക് 12:30-ഓടെയാണ് UDF എംപിമാർ ഇവരെ സന്ദർശിക്കുന്നതിന് വേണ്ടി, ഈ രണ്ട് കന്യാസ്ത്രീകളെ സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിയത്. 12:30-ക്ക് എത്തിയ ഘട്ടത്തിൽ അവർക്കൊപ്പം വലിയൊരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. അത് കുറേയധികം നാളുകളായി ഇവിടെ മതപരിവർത്തന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ആളുകളാണ് ഇവർക്കൊപ്പം എത്തിയത്. പക്ഷേ അത്രയും ആളുകളെ അകത്തേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്ന് ജയിൽ സൂപ്രണ്ട് പറഞ്ഞു. തുടർന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും UDF എംപിമാർ തയ്യാറായില്ല. പിന്നാലെ അങ്ങനെയെങ്കിൽ കടത്തിവിടാനാകില്ല എന്ന കടുത്ത നിലപാട് സൂപ്രണ്ട് എടുക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ BJPയുടെ പ്രതിനിധി അനൂപ് ആന്റണി ഒറ്റയ്ക്ക് വന്ന് ഈ കന്യാസ്ത്രീമാരെ കണ്ട് പോവുകയും ചെയ്തു. അധികം ആളില്ലാത്തതിനാൽ മുൻകൂർ അനുമതി തേടിയതിനാലും അദ്ദേഹത്തിന് പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഭൂപേഷ് ബഹൽ മുൻ മുഖ്യമന്ത്രി അടക്കം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ എംപിമാർക്കും സഹോദരനും, ഈ കന്യാസ്ത്രീകളിൽ ഒരാളുടെ സഹോദരനും അകത്ത് കയറുന്നതിന് സൂപ്രണ്ട് അനുമതി നൽകി. ഒരുപാട് ആളുകൾ എത്തരുത്, അത് ജയിലിൻ്റെ സുരക്ഷയെ ബാധിക്കും എന്ന് അറിയിപ്പ് നൽകിയതിന് ശേഷമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ വലിയ ജാഥയായി ജയിലിനുള്ളിലേക്ക് എംപിമാർ കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. ഇവിടെ മതപരിവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സംഘടനകൾ, നേതാക്കൾ, മത മേധാവികൾ ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം അവർ മാധ്യമപ്രവർത്തകരെ ജയിലിനുള്ളിൽ പോയി കണ്ടു. അതിനുശേഷം തിരികെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനെത്തി. ആ സമയത്ത് പ്രാദേശിക മാധ്യമപ്രവർത്തകരടക്കം എംപിമാരോട് ചോദിച്ചത്, ഈ കന്യാസ്ത്രീകൾ, ഇവിടവുമായി ഒരു ബന്ധമില്ലാത്ത കന്യാസ്ത്രീകൾ ഈ നക്സൽ ബാധിത ആദിവാസി മേഖലയിൽ നാരായൺപൂരിൽ അവർക്കൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത സ്ഥലത്ത് എന്തിനു വന്നു എന്ന ചോദ്യത്തിന് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും ഒരു മറുപടിയും നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി ഈ കന്യാസ്ത്രീകൾ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇവർക്കെതിരായ കേസിൽ മെറിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അതായത് മറ്റൊരു സ്ഥലത്തു നിന്നും നാരായൺപൂരിൽ എത്തി നാരായൺപൂരിലെ 2-3 പെൺകുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ച കാര്യത്തിൽ മനുഷ്യക്കടത്തും മതപരിവർത്തന ആരോപണവും വകുപ്പുകളുമാണ് ചുമത്തിയിരുന്നത്. അതിൽ കഴമ്പുണ്ട് എന്ന് ഒരുപക്ഷെ കണ്ടെത്തിയതിനാലാകണം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. അവർ ജയിലിൽ തുടരേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെങ്ങും തന്നെ വേറെ ഏതെങ്കിലും സംഘടനയോ സർക്കാരോ ഇടപെടുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് വന്നത്. ഇവർക്ക് അനുകൂലമായി പറയും എന്നിവർ കരുതിയിരുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഈ 3 പെൺകുട്ടികളും ഇവർക്ക് അനുകൂലമായി മൊഴി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇവരോടൊക്കെ തന്നെ, ഈ 3 പെൺകുട്ടികളോടും സംസാരിക്കാൻ സഭയുടെ അധികാരികൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ 3 പെൺകുട്ടികളും മൊഴി നൽകാൻ എത്തിയില്ല. അതിനാൽ ജാമ്യാപേക്ഷ തള്ളപ്പെടുകയും ചെയ്തു. ഇനി സെഷൻസ് കോടതിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള പോംവഴി. ഈ ചോദ്യം നമ്മൾ UDF എംപിമാരോട് ചോദിച്ചെങ്കിലും ഒരു തരത്തിലും മറുപടി പറയാതെ അവർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായും അവർക്ക് മറുപടി പറയുന്നതിന് തടസ്സവും ഉണ്ടാകും. കാരണം അത് കോടതിക്കെതിരെ മറുപടി പറയേണ്ടി വരും.